വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചെങ്കല്ല് ഉൽപാദക ഉടമസ്ഥ ക്ഷേമ സംഘം തിങ്കളാഴ്ച സംസ്ഥാന വ്യാപക പണിമുടക്ക് നടത്തി. ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. എന്നെ നെല്ലിക്കുന്ന MLA ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചെങ്കൽ ഉൽപാദക ഉടമസ്ഥ ക്ഷേമ സംഘം സംസ്ഥാന വ്യാപകമായി നടത്തിയ പണിമുടക്കിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. ജീവിക്കാനായി പോരാട്ടം, ജീവിക്കാനായി പോരാട്ടം, ജീവിക്കാനായി പോരാട്ടം, ജീവിക്കാനായി പോരാട്ടം, പെർമിറ്റിനായി പോരാട്ടം. എന്നെ നെല്ലിക്കുന്ന MLA മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നിയമസഭയിൽ നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും പറയുമ്പോൾ അതിന് പരിഹാരം കാണാൻ തീർച്ചയായും അത് ന്യായമായ കാര്യമാണ് എന്നാണ് മന്ത്രിയുടെ മറുപടിയെങ്കിലും ഇതുവരെ നമുക്ക് അനുകൂലമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ എല്ലാ ജില്ലകളിലും ഇതുപോലെയുള്ള സമരങ്ങൾ, ധർണകൾ സംഘടിപ്പിക്കാൻ നമ്മൾ തയ്യാറായിട്ടുള്ളത്. എനിക്ക് ഒരു കാര്യം മാത്രമേ സർക്കാരിനോടും മന്ത്രിയോടും പറയാനുള്ളൂ. ഇന്നിപ്പോൾ ഈ ചെങ്കൽ കോറി ഉടമകൾ ഇവിടെ നടത്തുന്ന സമരം സർക്കാരിനോട്, ബന്ധപ്പെട്ട മന്ത്രിയോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നതിന് വേണ്ടിയാണ്. ആ ആവശ്യം മറ്റൊന്നുമല്ല, ഇനി ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് ഒരു മുഴം കയറ് ഞങ്ങൾക്ക് നൽകണം എന്ന് സർക്കാരിനോട് ആവശ്യപ്പെടാൻ വേണ്ടിയാണ് ഈ സമരം ഇവിടെ നടത്തുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വേറെ വഴിയില്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. കാരണം ചെങ്കല്ല് കോറി ഉടമകൾ നമ്മുടെ നാടിൻ്റെ വികസനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ചെയ്യുന്ന സംഭാവനകൾ നമുക്കെല്ലാവർക്കും അറിയാം. ചെങ്കല്ല് ഇല്ലെങ്കിൽ സർക്കാർ ഓഫീസുകൾ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുകയില്ല, വീടുകൾ നിർമ്മിക്കാൻ സാധിക്കുകയില്ല, മറ്റ് കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുകയില്ല. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് വീടുകൾ പണിയണമെങ്കിൽ ചെങ്കല്ല് വേണം. അവർക്ക് ചെങ്കല്ല് എത്തിക്കുന്നത് ആരാണ്? നിങ്ങളെപ്പോലെയുള്ള ആളുകൾ. പക്ഷേ നിങ്ങളിൽ പലരും ഇങ്ങനെ ചെങ്കല്ല് നിങ്ങളുടെ വാഹനങ്ങളിൽ അല്ലെങ്കിൽ വാടകയ്ക്കെടുത്ത വാഹനങ്ങൾ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ നല്ലതുപോലെ അറിയാം. വല്ലാതെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ നമുക്ക് ആരിലും ഞെട്ടൽ ഉളവാക്കുന്ന വിധത്തിലുള്ള പിഴയാണ് ചുമത്തുന്നത്. ആ പിഴ ചുമത്തിയാൽ തന്നെ നിങ്ങളുടെ വാഹനങ്ങൾ വിട്ടുതരാൻ മാസങ്ങളോളം എടുക്കേണ്ടി വരുന്നു എന്നതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജില്ലാ പ്രസിഡന്റ് സുധാകര പൂജാരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ഹുസൈൻ ബേർക്ക സ്വാഗതം പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് നാരായണൻ കൊളത്തൂർ, സംസ്ഥാന സെക്രട്ടറി വിശ്വംഭരൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുകുമാരൻ നായർ, ജില്ലാ ട്രഷറർ വിനോദ് കുമാർ, അനിൽകുമാർ KT, ഗോപാലകൃഷ്ണൻ, ഉമ്മർ MP, നിസാമുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.